നമസ്കാരം. ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം. കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം നവനവതിതമ സർഗഃ. 99-ാം സർഗത്തിലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. 11 തുടങ്ങി 22 വരെയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യാം. ശ്ലോകം 11. ഇതച്ഛോദാത്തദന്താനാം കുഞ്ചരാണാം തരസ്വിനാം ശൈലപാർശ്വേ പരിക്രാന്തം അന്യോന്യമഭിഗർജതാം. യമേവാധാതുമിച്ഛന്തി താപസാ സതതം വനെ തസ്യാസൗ ദൃശ്യതേ ധൂമ സങ്കുലകൃഷ്ണവർമ്മനഃ. അത്രാഹം പുരുഷവ്യാഘ്രം ഗുരുസ്താകാരകാരിണം ആര്യം ദ്രക്ഷ്യാമി സംഹൃഷ്ടം മഹർഷിമിവ രാഘവം. അഥ ഗത്വാ മുഹൂർത്തം തു ചിത്രകൂടം സ രാഘവഃ മന്ദാകിനീമനുപ്രാപ്തസ്തം ജനം ചേതമബ്രവീത്. ജഗത്യാം പുരുഷവ്യാഘ്ര ആസ്തേ വീരാസനേ രതഃ ജനേന്ദ്രോ നിർജനം പ്രാപ്യ ധിങ്മേ ജന്മ സജീവിതം. മത്കൃതേ വ്യസനം പ്രാപ്തോ ലോകനാഥോ മഹാദ്യുതിഃ സർവാൻ കാമാൻ പരിത്യജ്യ വനേ വസതി രാഘവഃ. ഇതില്ലോകസമാകൃഷ്ട പാദേഷ്വദ്യ പ്രസാദയൻ രാമം തസ്യ പ്രതിഷ്യാമി സീതായാ ലക്ഷ്മണസ്യ ച. ഏവം സവിലപംസ്തസ്മിൻ വനേ ദശരഥാത്മജഃ ദദർശ മഹതിം പുണ്യാം പർണശാലാം മനോരമാം. സാലതാലാശ്വകർണാനാം പർണൈർബഹുഭിരാവൃതാം വിശാലാം മൃദുവിസ്കീർണാം കുശൈർവേദമിവാധ്വരേ. ചക്രായുധനികാശൈച്ഛ കാർമുകൈർഭാരസാധനൈഃ രുക്മവൃഷ്ടൈർമഹാസാരൈ ശോഭിതാ ശത്രുബാധകൈഃ. അർക്കരശ്മിപ്രതീകാശൈർഘോരൈസ്തൂണഗതൈശരൈഃ ശോഭിതാം ദീപ്തവദനൈ സർപ്പൈർഭോഗവതീമിവ. മഹാരജതവാസോഭ്യാം അസിഭ്യാം ച വിരാജിതാം രുക്മബിന്ദുവിചിത്രാഭ്യാം ചർമ്മഭ്യാം ചാപി ശോഭിതാം. 22 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു. 99-ാം സർഗത്തിലെ
ഭരതനും ശത്രുഘ്നനും ശ്രീരാമൻ താമസിക്കുന്ന പർണശാല കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവിടെ വളരെ ഉയരത്തിൽ വഴി അറിയാൻ വേണ്ടി ആയിരിക്കാമെന്ന് തോന്നുന്നു ലക്ഷ്മണൻ മരത്തോലുകൾ തൂക്കിയിട്ടിട്ടുണ്ട് വളരെ ഉയരത്തിൽ. രാത്രിയിലുമൊക്കെ നല്ല വെളിച്ചമില്ലാത്തപ്പോൾ ഇങ്ങനെ ഉയരത്തിൽ കിടക്കുന്ന സാധനം കാണാമല്ലോ. അങ്ങനെ വഴി തെളിയാൻ വേണ്ടിയായിരിക്കും ഉയരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ രാമൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഭരതനും ശത്രുഘ്നനും. ശ്ലോകം 11. ഇതച്ചോദാത്തതെന്താനാം കുഞ്ചരാണാം തരസ്വിനാം ശൈലപാർശ്വേ പരിക്രാന്തം അന്യോന്യമഭിഗർജതാം. വമ്പൻ കൊമ്പുകളും ഊക്കുമുള്ള കുഞ്ചരങ്ങൾ അന്യോന്യം ഏറ്റ് ചിഹ്നം വിളിച്ചു പോകുന്ന വഴിയും ഇതാ കാണുന്നുണ്ട്. ശ്ലോകം 12. യമേവാധാതുമിച്ഛന്തി താപസാ സതതം വനേ തസ്യാസൗ ദൃശ്യതേ ധൂമ സങ്കുലകൃഷ്ണവർമ്മനഃ. കാട്ടിൽ എപ്പോഴും കെടാതെ ആധാനം ചെയ്യണമെന്ന് താപസന്മാർ ഇച്ഛിക്കുന്ന അഗ്നിയിൽ നിന്നുയരുന്ന ധൂമവും കാണാനുണ്ട്. ശ്ലോകം 13. അത്രാഹം പുരുഷവ്യാഘ്രം ഗുരുസത്കാരാകാരിണം ആര്യം രക്ഷ്യാമി സംഹൃഷ്ടം മഹർഷിമിവ രാഘവം. ഇവിടെ ഗുരുജനത്തിനായി സത്കർമ്മം ചെയ്യുന്ന മഹർഷി തുല്യനായ നരശ്രേഷ്ഠനായ ജ്യേഷ്ഠനെ ഞാനിപ്പോൾ കാണും. ശ്ലോകം 14. അഥ ഗത്വാ മുഹൂർത്തം തു ചിത്രകൂടം സരാഘവഃ മന്ദാകിനീമനുപ്രാപ്ത സ്തം ജനം ചേതമബ്രവീത്. പിന്നെ കുറച്ചിട നടന്നപ്പോഴേക്ക് മന്ദാകിനി തീരത്തുള്ള ചിത്രകൂട പർവ്വതത്തിൽ എത്തി കൂടെയുള്ളവരോട് പറഞ്ഞു. ശ്ലോകം 15. ജഗത്യാം പുരുഷവ്യാഘ്ര ആസ്തേ വീരാസനേ രതഃ ജനേന്ദ്രോ നിർജനം പ്രാപ്യ ധിന്മേ ജന്മ സ്വജീവിതം. ശ്ലോകം 15-ൻ്റെ അർത്ഥം: ലോകത്തിൽ വെച്ചുത്തമനായ നരേന്ദ്രൻ നിർജ്ജനമായ വനത്തിലേക്ക് വന്ന് തപസ്വിമാരുടെ മട്ടിൽ വീരാസനത്തിൽ ഇരിക്കുന്നു. എൻ്റെ ജീവിതം വ്യർത്ഥം തന്നെ. ഭരതൻ വിലപിക്കുകയാണ്. ശ്ലോകം 16. മത്കൃതേ വ്യസനം പ്രാപ്തോ ലോകനാഥോ മഹാദ്യുതിഃ സർവാൻ കാമാൻ പരിത്യജ്യ വനേ വസതി രാഘവഃ. ദ്യുതിമാനും ലോകനാഥനുമായ രാഘവൻ ഞാൻ മൂലം സർവകാമങ്ങളും ത്യജിച്ച് വനത്തിൽ വസിച്ച് കഷ്ടപ്പെടാറായല്ലോ. ശ്ലോകം 17. ഇതി ലോകസമാകൃഷ്ട പാദേഷ്വദ്യ പ്രസാദയൻ രാമം തസ്യ പ്രതിഷ്യാമി സീതായാ ലക്ഷ്മണസ്യ ച. ഇങ്ങനെ ലോകർ പഴിക്കുന്ന ഞാൻ ഇപ്പോൾ തന്നെ അവരെ പ്രസാദിപ്പിക്കാനായി രാമപാദത്തിലും സീതയുടെയും ലക്ഷ്മണൻ്റെയും പാദങ്ങളിലും വീഴും. ശ്ലോകം 18. സാലതാലാശ്വകർണാനാം പർണൈർബഹുഭിരാവൃതാം വിശാലാം മൃദുവിസ്തീർണാം കുശൈർവേദമിവാധ്വരേ. 19, 20, 21, 22, 23 ശ്ലോകങ്ങൾ ഒന്നിച്ച് പാരായണം ചെയ്യാം. ശ്ലോകം 19. സാലതാലാശ്വകർണാനാം പർണൈർബഹുഭിരാവൃതാം വിശാലാം മൃദുവിസ്തീർണാം കുശൈർവേദിമിവാധ്വരേ. ശക്രായുധനികച്ഛൈശ്ച കാർമുകൈർഭാരസാധനൈഃ രുക്മപൃഷ്ടൈർമഹാസാരൈ ശോഭിതാം ശത്രുബാധകൈഃ. അർക്കരശ്മിപ്രതീകാശൈർഘോരൈസ്തൃണഗതൈശരൈഃ ശോഭിതാം ദീപ്തവദനൈ സർപ്പൈർഭോഗവതീമിവ.
മഹാരജതവാസോഭ്യാം അസിഭ്യാം ച വിരാജിതാം രുക്മബിന്ദുവിചിത്രാഭ്യാം ചർമ്മഭ്യാം ചാപി ശോഭിതാം ഗോധാങ്കുലിത്രൈരാസക്തൈ ചിത്രകാഞ്ചനഭൂഷിതൈഹൈ അരിസംഖൈരനാധൃഷ്യാം മൃഗൈ സിംഹഗുഹാമിവ. 19 തുടങ്ങി 23 വരെയുള്ള 5 ശ്ലോകങ്ങളുടെ അർത്ഥം. സാലം അല്ലെങ്കിൽ പൈൻമരം, താലം അതായത് പന, അശ്വകർണം, മരുത് മുതലായവയുടെ പർണങ്ങൾ കൊണ്ട് മേഞ്ഞതും യജ്ഞത്തിൽ വേദി പോലെ ദർഭങ്ങൾ വിരിച്ചതും വിശാലമായതും ഇന്ദ്രധനുസ്സു പോലെയുള്ള പൊന്നു പൊതിഞ്ഞ ശത്രുഭീഷണങ്ങളായ വലിയ വില്ലുകൾ തൂക്കിയതും സൂര്യരശ്മികൾ പോലുള്ള അമ്പുകൾ നിറഞ്ഞ ആവനാഴികൾ കൊണ്ട് കോപിച്ചു ചീറ്റുന്ന പാമ്പിൻ പത്തികളാൽ സർപ്പരാജധ്വനി പോലെ ശോഭിക്കുന്നതുമായ പർണശാല അവിടെ ഭരതൻ കണ്ടു. തങ്കനിർമ്മിതമായ ഉറകളിൽ വെച്ചിരിക്കുന്ന 2 വാളുകൾ, പൊൻപുള്ളികൾ കൊണ്ട് തിളങ്ങുന്ന പരിചകൾ, ഉടുമ്പിൻ തോലുകൊണ്ടുണ്ടാക്കിയതും പൊന്നുകൊണ്ട് അലങ്കരിച്ചതുമായ കയ്യുറകൾ എന്നിവ കൊണ്ട് അലങ്കൃതമായതും ശത്രുക്കൾക്ക് അടക്കാനാവാത്തതും ശത്രുക്കൾക്ക് ഒരിക്കലും അടുക്കുവാനാവാത്തതും മാനുകൾക്ക് സിംഹഗുഹയെന്ന പോലെ ആയതുമായ ആ പർണശാല അവിടെ അവർ നല്ലതുപോലെ തെളിഞ്ഞ് കണ്ടു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.